ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട ചേർത്തുണ്ടാക്കിയ മുരിങ്ങയില തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വെറും 3 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള തോരനാണിത്. അതുപോലെ ചോറിനൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ തോരൻ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുത്തിട്ട് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചെറുള്ളിക്ക് പകരം സവാളയും ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുള്ളിയൊക്കെ ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലുണ്ടാവുക. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് 2-3 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള വറ്റൽമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ ആ പച്ചക്കുത്തലൊന്ന് മാറുന്നവരെ ഒരു 5-10 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയുടെയൊക്കെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി മുട്ട നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുമ്പോഴാണ് ആ മുരിങ്ങയില തോരൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടെ ഇഷ്ടം കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ മുട്ടയും ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 4 പിടിയോളം മുരിങ്ങയില നല്ലതുപോലെ കഴുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയിലയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ മുരിങ്ങയില എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത ഇലകളേക്കാൾ കൂടുതൽ ഇളമായിട്ടുള്ള ഇലകൾ എടുക്കുക. അതിനാകുമ്പോൾ വേവും കുറവായിരിക്കും. നമ്മളൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ വേണ്ടി വരൂ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ അല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ മുളക് പൊടിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയില ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മുരിങ്ങയില വേവായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് നേരം മാത്രം വഴറ്റി കൊടുത്താലും മതിയാവും. മുരിങ്ങയിലക്കൊക്കെ വളരെ വേവ് കുറവാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ഇത് എല്ലാം പാകത്തിന് വേവായിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടു കൂടി തയ്യാറാക്കാൻ പറ്റിയ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.